ലാൽ സലാം ദൃശ്യം 3 ഇറങ്ങാൻ ഇനിയും 48 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. അതെ, 2 ദിനങ്ങൾ കൂടെ. ഇപ്പോൾ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിയുന്നു ദൃശ്യത്തിൻ്റെ ഓരോ പോസ്റ്ററും ഓരോ അപ്ഡേറ്റുകളുമായിട്ട്. 22 കോടിയിലേക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ എത്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് ആദ്യ വീക്കിലെ കളക്ഷനാണ് 22 കോടി ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത്. ഓപ്പണിംഗ് ഓവർസീസ് പ്രീസെയിൽ ഇഞ്ചിങ് ക്ലോസ് ടു 1 മില്യൺ മാർക്കിലേക്ക് എത്തുന്നു. GCC ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നു $450K മുകളിലായിട്ട്, അതായത് 4,31,00,000 രൂപയ്ക്ക് മുകളിലേക്ക്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അവിടെ ഒരുമിച്ച് 100K അടിച്ചിരിക്കുന്നു. നോർത്ത് അമേരിക്കയിൽ $250K മുകളിലെത്തിയിരിക്കുന്നു. ഹ്യൂജ് ഓപ്പണിംഗ് ഡേ 1 തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതെ, ഇനിയും 2 ദിനങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദൃശ്യത്തിൻ്റെ ഇപ്പോഴത്തെ ബുക്കിംഗ് കയറി അതിഗംഭീരമായി വരുന്നു. മണിക്കൂറിൽ രാവിലെ 1500 2000 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 4500, ഇനി വരുന്ന മണിക്കൂറിൽ 5000 മുകളിലേക്ക് പോകും. ഗംഭീരമായിട്ടുള്ള തിയേറ്ററുകൾ വീണ്ടും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. കർണാടക അഡ്വാൻസ് സെയിൽ 50 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. 20,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്നുള്ള ആ അപ്ഡേറ്റും പുറത്തു വരികയാണ്. അതെ, ഇവിടെ ജോർജ് കുട്ടിയെ കാണാൻ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ തീ പോലെ തന്നെയായിരിക്കും ബുക്കിംഗ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ എമ്പുരാൻ തീർത്ത 1.33 മില്യൺ അഡ്വാൻസ് സെയിലിലൂടെ ടിക്കറ്റ് ബുക്കിംഗ് നടന്നത് ആ ഒരു റെക്കോർഡാണ് തീർക്കാനുള്ളത്. ദ ഗോട്ട് ലൈഫ് 309K ടിക്കറ്റാണ് വിറ്റത്. ദൃശ്യം 300K കഴിഞ്ഞിരിക്കുന്നു. പാട്രിയോട്ട് 333K ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എന്തായാലും 21-ന് ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇത് തീ പാറിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. കേരളത്തിൽ നിന്ന് 5.5 കോടിയിലേക്ക് എത്തുന്നു ഫാൻ ഷോ ഉൾപ്പെടെ. ആദ്യ വാരത്തിൽ കേരളത്തിൽ നിന്ന് 7.25 കോടിക്ക് അടുത്തേക്ക് എത്തിയതായി റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി തന്നെ വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നത്തോടെ 23 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ ദിവസം 15 കോടിയാണ് ആദ്യ ദിനം നേടിയതെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള കളക്ഷനുമായി ഇന്ന് പോകുന്നു. നമ്മളീ പറഞ്ഞ 20 കോടികളെല്ലാം, അല്ലെങ്കിൽ 20 കോടിക്ക് മുകളിൽ പറഞ്ഞ കളക്ഷൻസ് എല്ലാം തന്നെ ആദ്യ വാരത്തിലെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. എന്തായാലും 16 കോടിയിലേക്ക് ഇന്നത്തോടെ ആദ്യ ദിനത്തെ കളക്ഷൻ എത്തിപ്പെടും എന്നുള്ള ഉറപ്പിക്കാം. ഇവിടെ ഓരോ തിയേറ്ററിൽ എടുത്ത് നോക്കുമ്പോഴും റെഡ് അലേർട്ട് തന്നെയാണ് കാണാനുള്ള. കൊച്ചി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും എവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബുക്ക് മൈ ഷോ നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത് അമ്മാതിരി തീ തന്നെയാണ്. ഇനി കോഴിക്കോട് സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങും ടിക്കറ്റ് ഇല്ല. കൊച്ചി ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു. സിനിപോളീസ് പോലെയുള്ള അങ്ങനെ ഓരോ മൾട്ടിപ്ലക്സുകളിലും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൻ്റെ ഏറ്റവും തരംഗമാകുന്ന ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ. അതെ, നമ്മളേവരും കാത്തിരുന്നതാണ്. ആദ്യം 100 കോടി പുലിമുരുകനാണെങ്കിൽ, ആദ്യം 200 കോടി മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ, ആദ്യം 300 കോടി ലോകയാണെങ്കിൽ, ആദ്യം 400 കോടി തീർച്ചയായും ദൃശ്യം 3യിലേക്ക് എത്തും. അതായത് ഇനിയുള്ള 48 മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ 10,000-ഉം 15,000-ഉം 20,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ്. അതെ, അതിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. തെലുങ്ക് വെർഷനും ഗംഭീരമാണ്. തമിഴിലുമെല്ലാം അമ്മാതിരി കൊലത്തൂക്കാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ജനങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് ഈ ഒരു സിനിമ. പ്രത്യേകിച്ച് സ്റ്റണ്ട്, ആക്ഷൻ, ഫൈറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. USA പ്രീസെയിൽ 13,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നു. ഒരു മണിക്കൂറിന് മുമ്പ് വന്ന ആ ഒരു കണക്കാണ്. ഇന്നലെ വരെ 2,500 ആണെങ്കിൽ നമുക്ക് അത്രത്തോളം 12,000-ത്തിനടുത്താണെങ്കിൽ ഇന്ന് 13,000-ത്തിന് മുകളിലേക്ക് പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇത് ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ലാൽ സലാം.